ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മറ്റുള്ളവരുടെ ജീവിതത്തിൽ കയറി തലയിടുകയല്ല വേണ്ടത്. എന്നാൽ ഈ ആഹാരം എന്റെ പട്ടിക്ക് പോലും വേണ്ട. വന്നു കയറിയ വയ്യാവേലികളൊന്നും ഒരു സ്വൈര്യം തരില്ല. എനിക്ക് ചത്താ മതി. ചവറാണ് മനുഷ്യൻ കഴിക്കുന്നത്. എടാ, ഒരു ഉപമ പറഞ്ഞതാടാ പോത്തെ. ഉപമയോ? നിങ്ങൾ തുടങ്ങിയോ ഉപമയും ഉൽപ്രേക്ഷയൊക്കെ? എന്നിട്ട് ആ സമയത്തൊക്കെ രാധമ്മയുടെ മുഖത്ത് എന്തൊരു വെട്ടമായിരുന്നു. ഈ മഹാലക്ഷ്മി വന്നിങ്ങനെ പളപളാന്ന് മിന്നുമായിരുന്നു. എന്താ ഒരു ഐശ്വര്യം. അത് പോയിട്ടിപ്പൊ മുഖത്ത് മൂശാട്ട. അതെ, കുറ്റം പറയുന്നതല്ല, ഒരു കല്യാണം കഴിഞ്ഞതിന്റെ ഗുണവധികാരം പറയുമായിരുന്നു. ഇവരിപ്പോ ഏത് വള്ളത്തിലാ? ഇപ്പൊ ഇവിടുന്ന് ആഹാരം കഴിക്കാനേ തോന്നുന്നില്ല. അതൊരു ഗുഡ് ന്യൂസാ. എന്നാ പിന്നെ അമ്മ ഒരു കാര്യം ചെയ്യും, ഇന്ന് മുതൽ ഒരു നേരം ഗോതമ്പ് കഞ്ഞി കുടിച്ചാ മതി. ഗോതമ്പ് കഞ്ഞിയൊക്കെ നീ അങ്ങ് കുടിച്ചാ മതി. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിന്റെ ഫുഡ് കഴിപ്പ് കുറച്ച് ഓവറാ. ഈ വയറേ വള്ളം പോലെയായി. ഈ കണക്കിന് നീ മുന്നോട്ട് പോയാ ഒരു 3 വർഷത്തിനകം നീ പഞ്ചാര രോഗം വന്ന് വീഴും. ഇവരെന്ത് വൃത്തിയുടെ കൈ വിളിച്ച് പറയുന്നേ? രാജുവിനെ നമ്മളെ വിളിച്ചോ? അവരെ വിളിച്ചില്ല. സാധാരണ വരാറാ പതിവ്. എന്ത് മര്യാദയടി ഇതൊക്കെ? ഇവിടെ അത്താഴം വിളമ്പാര് അവരറിഞ്ഞില്ലെങ്കിലോ? പോയി വിളിക്കേ. ഇരിക്കും മേഡം. ഇവർക്ക് ആഹാരം എടുത്തു കൊടുക്ക്. വേണ്ട, വെറുതെ ആരും ബുദ്ധിമുട്ടണ്ട, ഞങ്ങൾ തന്നെ എടുത്ത് കഴിച്ചോളാം. ആഹാരത്തിന് മുന്നിൽ ആർക്കും വേർതിരിവ് പാടില്ല. അതിപ്പോ കൊട്ടാരത്തിലെ ആളായാലും കുടിലിലെ ആളായാലും ആഹാരത്തിന് മുന്നിൽ എല്ലാരും തുല്യരാ. കേട്ടു പഠിക്ക്. സുഭാഷിതങ്ങൾ, മഹത്വചനങ്ങൾ വായന്ന് അടർന്നു വീഴുമ്പോ എഴുതിയെടുത്താലേ പുസ്തകാക്കാം. കൊച്ചമ്മണിയുടെ സന്ദേശങ്ങൾ എന്ന പേരുടാ. അച്ഛൻ എന്നെ കളിയാക്കൊന്നും വേണ്ട. ഒരു പുസ്തകം എഴുതാനുള്ള കഴിവൊക്കെ എനിക്കുണ്ട്. അറിയാം. അവിടുന്ന് എഴുതിയൊരു പുസ്തകം അടിയൻ വായിച്ചിട്ടുണ്ട്. അതേത് പുസ്തകം? മനുഷ്യനെ പറ്റിക്കാൻ 10 വഴികൾ എന്ന കൃതി എഴുതിയത് ജയന്റെ അമ്മയല്ലേ? അതിപ്പോ എഴുതി? ഞാനിതുവരെ വായിച്ചിട്ടില്ലല്ലോ. നീ ഇത് വായിക്കുന്നത് എന്തിന്? നീ അതല്ലേ ചെയ്തോണ്ടിരിക്കുന്നത്. അത് ശരി, എന്നെ കളിയാക്കിയാണല്ലേ? അല്ല. എന്ത് ചെയ്യാം, ഭാര്യയെ പ്രാണനതുല്യം സ്നേഹിക്കുന്ന എനിക്ക് അവളെ മോശയുടെ തന്തയും കൂടെ സഹിച്ചല്ലേ പറ്റൂ. കളിയാക്കുന്നവര് കളിയാക്കട്ടടാ, നിനക്കത് ചെയ്തോ? എന്തൊക്കെ പറഞ്ഞാലും നീ ഒരു നല്ല ഭർത്താവാ. ഭർത്താവോ? ചില കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും എന്റെ മരുമോള് നല്ലൊരു കുട്ടിയാ. കല്യാണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എന്തൊരു ചേർച്ച.
ഭാഗ്യമുള്ളവർക്കാണെങ്കിൽ വിവാഹ ജീവിതം ഒരു സ്വർഗമാണ്. കാലക്കേട് പിടിച്ചവർക്ക് നരകവും. അളിയന്റെ അമ്മ അവിടെ ഇരുന്ന് എറിയുന്നതേ എനിക്കിട്ടും മാഡത്തിനിട്ടും ആണെന്ന് വ്യക്തമായിട്ട് മനസ്സിലായി. ഞങ്ങളുടെ മാരേജ് ലൈഫ് സ്വർഗവോ നരകവോ ഇനി അത് എന്ത് മാങ്ങയായിക്കോട്ടെ, നിങ്ങളെ ഞങ്ങൾ അങ്ങോട്ട് ക്ഷണിച്ചില്ല. അല്ല രാജുമോൻ ചൂടാവൊന്നും വേണ്ട. മോൻ ഏത് തങ്കച്ചിയെ കെട്ടിയാലും എനിക്കൊരു മണ്ണാങ്കട്ടേ ഇല്ല. പെറ്റതള്ളെ കണ്ണീര് കുടിപ്പിച്ചിട്ട് ഏത് മഹാറാണിയെ കെട്ടിയാലും അതൊന്നും ഗുണം പിടിക്കത്തില്ല. ജയ, നീ നിന്റെ തള്ളയെ നിലക്ക് നിർത്തിയില്ലെങ്കിൽ ഇവിടെ വലിയ പ്രശ്നമാവും. ഇവരുടെ നാക്കേ ഒരു മൂർഖം പാമ്പ. സംസാരിക്കല്ല, വിഷം ചിറ്റ ചെയ്യുന്നത്. എപ്പോഴും ക്ഷമിക്കാൻ എനിക്ക് പറ്റിയതൊന്നും വരില്ല. അവര് കാര്യം പറഞ്ഞേ, നിങ്ങൾ എന്തിനാ ചൂടാവുന്നേ? അത് ശരി, നിന്റെ പ്രോത്സാഹനത്തോടെ അവര് വൃത്തിയോടൊക്കെ വിളിച്ചു പറയണതല്ലേ. ഇവര് ഋതുമോളുടെ അകമ്പടിക്കാരിയായിട്ട് നടക്കുമായിരുന്നല്ലോ. എപ്പോഴാ മറുകണ്ഠം ചാടിയത്? എടേ, നീ തീ കൊണ്ടാ കളിക്കുന്നത് കേട്ടോ. ഇവരൊക്കെ കളി കാണാൻ വന്ന കാണികളാ. കളി കണ്ട ആവോളം ചിരിച്ചിട്ട് ഇവരിവരുടെ പാട്ടിന് പോവും. അനുഭവിക്കേണ്ടത് നമ്മളാ, അത് നീ മറക്കണ്ട. സമാധാനത്തുള്ളൊരുത്തിരി ആഹാരവും കഴിപ്പിക്കത്തില്ല. ആഹാരം കഴിക്കുന്നവര് ആഹാരം കഴിച്ചിട്ട് പോണം, അല്ലാതെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ കയറി തലയിടുകയല്ല വേണ്ടത്. എന്നാൽ ഈ ആഹാരം എന്റെ പട്ടിക്ക് പോലും വേണ്ട. വന്നു കയറിയ വയ്യാവേലികളൊന്നും ഒരു സ്വൈര്യം തരില്ല. എനിക്ക് ചത്താ മതി.